ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് പറയപ്പെട്ടവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തിനെയും നരകത്തിലേക്ക് എറിയുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുന്നില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലേക്കാണ്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നും ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല എന്നും യേശു ഓർപ്പെടുത്തുന്നു. ശിഷ്യൻ യഥാർത്ഥത്തിലായിത്തീരേണ്ടത് ഗുരുവിനെ പോലെയാണെന്നും ഭൃത്യൻ എത്തിച്ചേരേണ്ടത് യജമാനനെ പോലെയാണെന്നും ഓർപ്പെടുത്തുന്നു. ഈ ലോകത്ത് ക്രിസ്തു ആയിരുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് നമ്മുടെ ഗുരുനാഥനുമായിട്ടാണ് നമ്മോടൊപ്പമായിരുന്നത്. എന്നിട്ടും അവിടുന്ന് തിരസ്കൃതനായി, നിന്ദിതനായി, അവഹേളനങ്ങളും അപമാനങ്ങളും ഏറ്റെടുത്തു. പിശാചിന്റെ തലവനായ ബെൽസെബൂൽ എന്ന ഏറ്റവും നികൃഷ്ടമായ പേര് അവിടുത്തെ മുഖത്ത് നോക്കി അവർ വിളിച്ചു. എന്നിട്ടും യേശു ഭയം കൂടാതെ പിതാവിന് സാക്ഷ്യം നൽകിക്കൊണ്ടേയിരുന്നു. തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ശിഷ്യർ എന്ന നിലയിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യവും ഇതുപോലെ നിർവഹിക്കുവാനുള്ള ഒരു ക്ഷണവും ഇന്നത്തെ സുവിശേഷം നൽകുന്നു. നിന്ദനങ്ങളോ അപമാനങ്ങളോ പരിഹാസനങ്ങളോ നിനക്ക് നേരെ ഉണ്ടായാൽ ഭയപ്പെടേണ്ട. വചനം പ്രഘോഷിച്ചുകൊണ്ട്, സാക്ഷ്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. അന്ധകാരപൂർണമായ ഈ ലോകത്തിൽ പ്രകാശത്തിന്റെ കൃപ പ്രഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ചെവിയിൽ മന്ത്രിച്ചവ പുരമുകളിൽ പ്രഘോഷിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു. സത്യം വിളിച്ചു പറയുവാനുള്ള ധീരത ഓരോ ശിഷ്യനും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒന്നിനെയും ഭയപ്പെടരുത് എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവരെയും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു ദൃഢമായി നമ്മെ ഓർപ്പെടുത്തുന്നു. ഈ ലോകത്ത് നമ്മെ എപ്പോഴും സങ്കടപ്പെടുത്തുന്നത് നമ്മൾ ആർക്കും വിലയില്ലാത്തവരായി പോകുന്നു എന്നാണ്. ആരും നമ്മെ മനസ്സിലാക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് വില നൽകുന്നില്ല. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങൾ വിലയുള്ളവരാണ്. കേവലം നിസ്സാരമായ എന്ന് തോന്നുന്ന കുരുവിക്കുഞ്ഞുങ്ങൾക്കും ഏത് നിമിഷവും പൊഴിഞ്ഞു പോകാവുന്ന തലമുടിക്കും ക്രിസ്തു നൽകുന്ന ശ്രദ്ധ എത്രയോ വലുതാണെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. ദൈവത്തിന് മുമ്പിൽ ഒന്നും നിസ്സാരമല്ല, എല്ലാം വിലപ്പെട്ടതാണ്. നമ്മെ വിലമതിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് ജീവിക്കുവാൻ പ്രേരണ നൽകുക മാത്രമല്ല, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ബലവും നൽകുന്നുണ്ട്. എന്നാൽ
ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം, ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് യേശു പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ നമ്മൾ സന്നദ്ധരാകണം. സ്വർഗപിതാവിൻ്റെ മുമ്പിൽ ക്രിസ്തു നമ്മെ ഏറ്റുപറയണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ നമ്മൾ യഥാർത്ഥ സാക്ഷികളായിരിക്കണം. നാം അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യം ലോകത്തിൻ്റെ അതിർത്തികളോളം പകരാനും പങ്കുവയ്ക്കുവാനും നാം പരിശ്രമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സാക്ഷികളാവും. നമ്മൾ ക്രിസ്തുവിനാൽ തിരസ്കരിക്കപ്പെടേണ്ടവരല്ല, മറിച്ച് ഈ ഭൂമിയിൽ ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിച്ച് ലോകത്തിന് യഥാർത്ഥ സാക്ഷികളാകേണ്ടവരാണ്. നമ്മുടെ ദൗത്യത്തെ കുറച്ചുകൂടി ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ട കൃപാവരത്തിനായും ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ